ഖത്തറിൽ ഇപ്പോൾ താരം ഒരു കുഞ്ഞൻ ബസ്സാണ്. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ബസ്. എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഡ്രൈവർ ഇല്ലാ ബസ്സിൽ ഒരു യാത്ര ചെയ്തു വരാം. അപ്പോൾ ഖത്തറിൽ ഒരു ബസ് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നമ്മളെല്ലാവരും ഒരുപാട് ബസ് യാത്രകൾ നടത്തിയിട്ടുണ്ട്. നാട്ടിലൊക്കെ KSRTCയിലും പ്രൈവറ്റ് ബസ്സിലുമൊക്കെ. പക്ഷെ ഇങ്ങനെ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാതെ ഓട്ടോണമസ് ആയി പ്രവർത്തിക്കുന്ന ഒരു ബസ്സിൽ ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു യാത്രാനുഭവം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. ചൈനീസ് വാഹന നിർമ്മാതാക്കളായ യൂട്ടോങ് ആണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ബസ്സിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഈ ബസ് രണ്ട് രീതിയിലും പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്കറിയാം ഇതൊരു ട്രയൽ വേർഷനാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ പരീക്ഷണ ഓട്ടമാണ് ഇപ്പോൾ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ സിറ്റിയിൽ. അപ്പോൾ വേണമെങ്കിൽ ഡ്രൈവറെ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഉപയോഗിച്ച് ഈ വാഹനം ഓടിക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ എൻ്റെ കയ്യിൽ സ്റ്റിയറിംഗും പിടിച്ചിട്ട് തന്നെ ഈ വാഹനം മൂവ് ചെയ്യും. പത്ത് പേർക്കാണ് ഈ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനാവുക. യാത്രക്കാർ കയറിക്കഴിഞ്ഞാൽ ബസ് ഓടി തുടങ്ങും. നിലവിൽ പരീക്ഷണയോട്ടമായതിനാൽ 25 കിലോമീറ്ററാണ് പരമാവധി വേഗത. ഈ മാസം 22 വരെയാണ് പരീക്ഷണയോട്ടം നടക്കുന്നത്. പരീക്ഷണയോട്ടമായതിനാൽ തന്നെ മാനുവൽ മോഡ് കൂടി ആക്റ്റീവാണ്. സ്റ്റിയറിംഗ് പിടിക്കാനൊന്നും ആരുമില്ലെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സ്റ്റിയറിംഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേഷനിലും ബസ് കൃത്യമായി നിർത്തും. 20 സെക്കൻഡാണ് യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ള സമയം. കൗതുകത്തോടെയാണ് ഈ ഡ്രൈവറില്ലാ ബസ്സിൽ യാത്രയ്ക്കായി ആളുകൾ എത്തുന്നത്. My first experience in an autonomous vehicle like this is actually fascinating. I would like to see where this goes in the future. ബസ്സിന്റെ മുന്നിലും പിന്നിലുമായി ഘടിപ്പിച്ചിട്ടുള്ള 12 ക്യാമറകളാണ് പ്രവർത്തനത്തിന്റെ പ്രധാന ഘടകം. 250 മീറ്റർ അകലെ നിന്നുള്ള വസ്തുക്കൾ വരെ ഈ ക്യാമറകൾ തിരിച്ചറിയും. We have 12 camera. You can see camera. This is one sensor. This have a camera and radar. One cable is two radar and 4 camera. ചൈനീസ് കമ്പനിയായ യൂട്ടോങ് നിർമ്മിച്ച ബസ് പൂർണ്ണമായും വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖത്തറിൽ ഓട്ടോണമസ് ബസിന്റെ പരീക്ഷണങ്ങൾ തുടങ്ങിയിരുന്നു. പദ്ധതി ഏതാണ്ട് വിജയത്തിലേക്കെത്തിയതിനാൽ പൊതുജനങ്ങൾക്ക് കൂടി ഡ്രൈവറില്ലാ വാഹനം പരിചയപ്പെടാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇത്തരം ഡ്രൈവറില്ലാ ബസ്സുകൾ ഖത്തറിൻ്റെ നിരത്തുകളിലെ ഒരു സാധാരണ കാഴ്ചയാകും. ഖത്തറിൻ്റെ വിഷൻ 2030യുടെ ഒരു ഭാഗമായി കൂടിയാണ് ഇത്തരം വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.